മനുഷ്യന്റെ സ്വഭാവത്തിൽ സൗമ്യത വേണം. ഞാനൊരു അധ്യാപകനാണ്, വിദ്യാർത്ഥികളെ പഠിപ്പിക്കുന്ന ആളാണ്. എൻ്റെ കൈ കൊണ്ട് ഇതൊരു കുട്ടിനെ അടിക്കേ നാവ് കൊണ്ട് ചീത്ത വിളിക്കേ ചെയ്തിട്ടില്ല. അതിൻ്റെ വലിയ മഹിമ പറയല്ല. അങ്ങനെ ചെയ്യാതെ പഠിപ്പിക്കാൻ പറ്റുമെന്ന് ഞാൻ പഠിച്ചതുകൊണ്ടാണ് അങ്ങനെ ആവാൻ കാരണം. നമുക്കങ്ങനെ മക്കളെ ട്രീറ്റ് ചെയ്യാൻ പറ്റും. നമ്മളിപ്പോൾ വലിയ ഹൈറ്റ് പേരുണ്ട്, എന്നെക്കാൾ എത്രയോ ഹൈറ്റുള്ള മക്കളെ ഞാൻ പഠിപ്പിക്കാറുണ്ട്. നമ്മൾ ഹൈറ്റും പേരും കൊമ്പം വീശും കണ്ടിട്ടൊന്നുമല്ല മക്കൾ ബഹുമാനിക്കുക. നമ്മുടെ ക്യാരക്ടർ, നമ്മുടെ പേഴ്സണാലിറ്റി, നമ്മുടെ ഫേം വേർഡ്സ് ആൻഡ് ക്ലിയർ ഇൻസ്ട്രക്ഷൻസ്, അത് ലെവലാണെങ്കിൽ മനുഷ്യബുദ്ധിയോടല്ലേ സംസാരിക്കണത്. നായ്ക്കുട്ടിനെ മനുഷ്യൻ പറഞ്ഞ പോലെ ചെയ്യിപ്പിക്കുന്നില്ലേ? ഡോൾഫിനെ കൊണ്ട് മനുഷ്യൻ പറഞ്ഞതുപോലെ ചെയ്യുന്നില്ലേ? വന്യമൃഗങ്ങളെ നമ്മൾ മെരുക്കുന്നില്ലേ? എന്തുകൊണ്ട് മനുഷ്യൻ ഹ്യൂമൻ ചിൽഡ്രൻ, നമ്മൾ മനുഷ്യരെ നമുക്ക് എന്തുകൊണ്ട് അങ്ങനെ ആക്കാൻ പറ്റുന്നില്ല? അത് നമ്മുടെ ഒരു കുറവാണ്. നമുക്കതറിയില്ലെങ്കിൽ അതിന് ടെക്നിക്കുണ്ട്. നമുക്ക് ദേഷ്യപ്പെടാതെയും പ്രഹരിക്കാതെയും ഒച്ച വെക്കാതെയും ബഹളം വെക്കാതെയും നമുക്ക് നമ്മുടെ മക്കളെ പഠിപ്പിക്കാൻ പറ്റും. ദേഷ്യപ്പെടണം എന്നൊരാവശ്യമില്ല, അവർ പഠിക്കുകയും ചെയ്യും. ഒരു കാലത്ത് നമ്മൾ പഠിക്കുന്ന കാലത്ത് അങ്ങനെയൊന്നല്ല, നല്ല അടി കിട്ടുന്നവരെ നമ്മൾ ബഹുമാനിക്കുള്ളൂ, അല്ലേ? അന്നത്തെ കാലം അങ്ങനെയാണ്. അടി കൊണ്ടാലും വാപ്പാനോട് പരാതി പറഞ്ഞാൽ രണ്ടടി വാപ്പാനോട് ഇങ്ങോട്ട് കിട്ടും. ഇപ്പൊ അങ്ങനെയല്ല. എന്റെ കുട്ടി നിങ്ങൾ നോക്കിയോ? ടീച്ചറാകെ 10,000 രൂപയൊക്കെ ജോലി ചെയ്യുന്നത്, 15,000 ഏറ്റവും വില കുറഞ്ഞ ശമ്പളത്തിനാണ് ഈ പാവം ടീച്ചേഴ്സിനൊക്കെ പ്രൈവറ്റ് സ്കൂളുകളൊക്കെ ജോലി ചെയ്യിപ്പിക്കുന്നത്. പുറമെ നാട്ടുകാർ മെക്കെട്ട് കയറാൻ വരും. മാനേജ്മെന്റിന്റെ ദേഷ്യപ്പെടല്, പാരന്റ്സിന്റെ ഒരു പാരന്റ്സ് ഈവന്റ് ഉണ്ട്. എന്തൊക്കെ കേൾക്കണം ഈ സാധുക്കൾ. എനിക്ക് സങ്കടം തോന്നാറുണ്ട്. ഞാൻ വിചാരിക്കും ഇവർക്കൊക്കെ ഏറ്റവും നല്ല ശമ്പളം കൊടുക്കണം. മിനിമം ഒരു 50,000 എങ്കിലും ശമ്പളം കൊടുത്താൽ പോലും മതിയാവൂല. അത്രക്ക് മക്കളുടെ വിഷയത്തിൽ ഒരു ചെറിയ ഒരു തെറ്റ് വന്നാൽ പിടിച്ച് കയറി കോർണർ ചെയ്ത് അറ്റാക്ക് ചെയ്ത് ഫാമിലി പാരന്റ്സിന്റെ ഗ്രൂപ്പുകളിൽ താറടിച്ച് എന്തൊക്കെ പ്രയാസങ്ങൾ ഈ ടീച്ചേഴ്സ് അനുഭവിക്കുന്നുണ്ടെന്ന് വല്ലവരും അറിയാറുണ്ടോ? നമ്മുടെ ഒരു കുട്ടിക്ക് ഒരു പോറിൽ നിൽക്കുമ്പോഴേക്കും അത് ആ ടീച്ചർ ചെയ്തതാവില്ല. മറ്റു കുട്ടി നിങ്ങളുടെ മുമ്പിലുണ്ടായിരിക്കും എന്റെ കുട്ടിക്ക് എന്തുകൊണ്ട് സംഭവിച്ചു. ഒന്ന് ചങ്ങാതി, 30-40 കുട്ടികളിരിക്കുന്ന മക്കളുടെ ഒരു ക്ലാസ് റൂമിൽ 24 മണിക്കൂർ ഒരു കുട്ടിയെ നോക്കിയിരിക്കാൻ പറ്റൂ? ടീച്ചർക്ക് തിരിയണ്ടേ, അങ്ങോട്ട് പോകണ്ടേ, ബാത്റൂം പോകണ്ടേ, ഭക്ഷണം കഴിക്കണ്ടേ? ഇതിന്റെ ഇടക്കുന്ന സംഭവിച്ചാൽ ടീച്ചർ ഉത്തരവാദിയാണ്, അല്ലേ? നമ്മളൊക്കെ ഒന്ന് മനുഷ്യനോട് കരുണയോടെ പെരുമാറണം. വിജിലൻസ് വേണ്ടെന്നോ അല്ലെങ്കിൽ അക്കൗണ്ടബിലിറ്റി ടീച്ചേഴ്സിന് വേണ്ടെന്നോ എന്നല്ല ഞാൻ പറയാം. അവർ മാക്സിമം ചെയ്യുന്നവരാണ്. പക്ഷെ എന്നാലും when we come to question them, നമ്മൾ ശരിക്കും അവരെ വല്ലാണ്ട് പ്രയാസപ്പെടുത്തുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഏറ്റവും നല്ല അധ്യാപകനായിരുന്നു. പുണ്യനബി തങ്ങൾ ആരെയും അടിച്ചിട്ടില്ല സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അവിടുന്ന് ഏറ്റവും നല്ല സൽസ്വഭാവിയായിരുന്നു റസൂലുള്ളാഹി തങ്ങൾ. മാ റഅയ്തു മുഅല്ലിമൻ ഖത്തു ഖബ്ലഹു വലാ ബഅദഹു ഖൈറൻ മിൻ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇതൊരു ടെസ്റ്റിമോണിയാണ്, ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യപ്പെടുത്തലാണ്. പ്രവാചകരുടെ സദസ്സിൽ പഠിച്ചു വന്ന ഒരു വിദ്യാർത്ഥിയുടെ സാക്ഷ്യപ്പെടുത്തലാണ് ഞാൻ